ഇവിടെ എല്ലാവർക്കും ഓംസിലറിയില്ല വി ഇസ് ഐ ആർ എന്ന് പറയുന്ന ഫോമുല. +2 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓംസിലെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാതെ ക്വസ്റ്റ്യൻ വായിച്ചു. ഇൻ എ സർക്യൂട്ട് ഷോൺ. അപ്പോൾ സർക്യൂട്ടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് വരയ്ക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിലൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി എന്ന് പറയുമ്പോൾ 100 വോൾട്ടാണ്. ഇതാണ് ബാറ്ററി. ഇവിടെ നിന്നൊരു കണക്ഷൻ ഇതാ ഇങ്ങനെ പോയിട്ട് ഇവിടെ എങ്ങാണ്ടോ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ എങ്ങാണ്ടോ സി എന്ന് പറയുന്ന പോയിന്റ്. ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ. ആൻഡ് ഹിയർ റെസിസ്റ്റർ ഉണ്ടേ. എത്രയാണ് റെസിസ്റ്റൻസ്? 50 കിലോ ഓം. ആൻഡ് അഗെയിൻ വി ഹാവ് ആൻ അനദർ വൺ റെസിസ്റ്റർ. അതും 50 കിലോ ഓം ആണ് ഗൈസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ബി എന്ന് പറയുന്നൊരു പോയിന്റ്. ഓക്കെ ഗൈസ്, ഇനി വായിക്കാം. ഇതാണ് സർക്യൂട്ട്. ഓക്കെ. അപ്പം ഇൻ എ സർക്യൂട്ട് ഷോൺ എ വോൾട്ടിമീറ്റർ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. ഈ വോൾട്ടിമീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറാണ്. ഇപ്പോഴും നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ടിമീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ വെൻ കണക്റ്റഡ് അക്രോസ് ബി ആൻഡ് സി. ഓക്കെ, ബി ആൻഡ് സി ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യണം. എന്താണ് മോഡിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ഇങ്ക പാരുങ്കോ ഈ ബിക്കും സിക്കും അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്ററിനെ നമ്മൾ അങ്ങോട്ട് വയ്ക്കണം. ഇതാണ് വോൾട്ട് മീറ്റർ. ആ വോൾട്ട് മീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ആ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് ഗൈസ്. ക്യാപിറ്റൽ ആർ ഈസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. പക്ഷേ ഒരു സെൻറ്റൻസ് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കണം. A voltmeter of internal resistance capital R when connected across B and C, it reads 100/3 വോൾട്ട്. എന്ന് വെച്ചാൽ ഈ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഗൈസ് ഈ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് 100/3 വോൾട്ടാണ്. വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് 100/3 വോൾട്ടാണ് എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗൈസ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഈ പാരലൽ കോമ്പിനേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത പാരലൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ വോൾട്ടേജ് അങ്ങോട്ട് സെയിം ആയിരിക്കും. വേറെ ഒന്നും നോക്കരുത്. എവിടെ വേണമെങ്കിലും അടിച്ചു വിടാമെന്ന് പറഞ്ഞ ഡയലോഗാണ്. പാരലൽ ആയിട്ടുള്ളിടത്ത് വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് എത്ര? ഇവിടുത്തെ വോൾട്ടേജ് എത്ര? 100 കണ്ടുവിടല്ലേ. 100/3 വോൾട്ട്. അതിന് പാരലായിട്ട് ആരായിരിക്കുന്നത്? ഒന്ന് ചെറുതാവട്ടെ. ഓക്കെ, അതിന് പാരലായിട്ടിരിക്കുന്ന ബി സി ആണ് കേസ്. അപ്പോൾ ബി സിക്ക് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഈ സെയിം വോൾട്ടേജ് എടുക്കാം. ഓക്കെ ആണല്ലോ ഗൈസ്. ഓക്കെ ആയേ പറ്റൂ. പാരലൽ ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് വി ബി സി ഈക്വൽ ടു ഐ ബി സി ഇൻറ്റു ആർ ബി സി. ഓംസ്ലയുടെ വീണ്ടും ഓംസ്ല ബി സി കൂടെ അയ്യാ. വി ബി സി ഈക്വൽ ടു ഐ ബി സി ഇൻറ്റു ആർ ബി സി. വി ബി സിക്ക് ഈ സെയിം വോൾട്ടേജ് എനിക്ക് എടുക്കാൻ വേണ്ടി കാരണം ഇവർ രണ്ടുപേരും പാരലൽ. അപ്പോൾ 100/3 ഈക്വൽ ടു ഐ ബി സി ഇൻറ്റു ആർ ബി സിയുടെ വാല്യൂ എത്ര? 50 × 10⁻3. അങ്ങനെ ഐ ബി സി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ബി സിയുടെ വാല്യൂ കിട്ടുന്നത് 2/3 × 10⁻³ ആംപിയർ എന്ന് കിട്ടും. ഐ ബി സിയുടെ വാല്യൂ ഉണ്ട്. ഇവിടെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടാണ് കിട്ടുന്നത്. ഈ ബി സിയിൽ കൂടി മാത്രം പാസ് ചെയ്ത് പോകുന്ന കറണ്ടാണ് ഐ ബി സി. അതാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത്. ഇതൊക്കെ എന്തിന് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആണ് ഗൈസ്. ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു ലീഡ് ഞാൻ ഇവിടെ പറയാൻ പോവാണ്. നിങ്ങൾ ഈ വോൾട്ട് മീറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന കറണ്ട് ഐ വി കാൽക്കുലേറ്റ് ചെയ്തുവെന്ന് വിചാരിച്ചോ? ഐ വി കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ? ഐ ബി സി ആണ് തൊട്ട് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഐ വി കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ? എന്ന് വെച്ചാൽ ഇവിടെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടായ ഐ വി കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടുത്തെ വോൾട്ടേജ് എത്ര? ഇവിടുത്തെ വോൾട്ടേജ് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കൂടി വരുന്ന കറണ്ട് ഐ വി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിച്ച് വീണ്ടും ഓംസിൽ അപ്ലൈ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കാണുക. ടിക്ക് ഓപ്ഷൻ. അത്രയേ ഉള്ളൂ ഗൈസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഐ വി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ വി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഗൈസ്. എല്ലാവരും ഇവിടെ നോക്കിയേ. ഐ വി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായിട്ട് നിങ്ങൾ കേൾക്കണം ഗൈസ്. എല്ലാവരും ഇവിടെ നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിയോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററി. ഈ ബാറ്ററിയിൽ നിന്നും ഒരു കറണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് പോലെ ഒഴുകി 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 ഇതുവരെ എത്തൂടെ. ഈ ബാറ്ററിയിൽ നിന്ന് ഒരു കറണ്ട് വെള്ളം ഒഴുകി 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 വരുന്ന പോലെ എ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടി കയറി ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് അത് രണ്ടായിട്ട് പോകും. ഇവിടെ നിന്ന്
ഇങ്ങനെ വരുന്ന കറണ്ടിന് ഒരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ ആ കറണ്ടിന് കൊടുക്കാൻ പോകുന്ന പേരെന്ന് പറയുന്നത് IAB എന്നാണ് പേര് കൊടുക്കുന്നത്. കാരണം ആ കറണ്ട് പാവം കറണ്ട് ഇതുവഴി വന്നിട്ട് AB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വഴി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ IAB എന്ന് പേര് കൊടുത്തത്. ഈ IAB എന്ന് പറയുന്ന വെള്ളം അല്ല കറണ്ട് ഒഴുകി ഇവിടെ എത്തി ബിയിലെത്തിയിട്ട് രണ്ട് വഴിക്ക് സ്പ്ലിറ്റ് ചെയ്യാണ് ഗൈസ്. ഒന്ന് IB ആയിട്ടും രണ്ട് IBC ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ IBCയുടെ വാല്യൂ നമ്മളിവിടെ കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2/3 × 10⁻³ ആംപിയർ. അതങ്ങോട്ട് വയ്യടെ. അപ്പോൾ IAB അറിഞ്ഞൂടാ കേട്ടോ. IAB അതുപോലെ ഇട്ടിട്ട് IV കിട്ടിയാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി ഗൈസ്. IBCയുടെ വാല്യൂ എത്രയുടെ 2/3 × 10⁻³ ഗൈസ്. അതാണ്. അപ്പോൾ IV ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ IAB അറിയണം. IAB അറിഞ്ഞാൽ മാത്രമേ നമുക്ക് IV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി IAB കാണാൻ പോവാണ് ഗൈസ്. IAB കാൽക്കുലേറ്റ് ചെയ്ത് IV കിട്ടി. IV കിട്ടിയാൽ ജസ്റ്റ് ഇവിടെ ഓംസിൽ അപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ IAB കാണാൻ പോവാണ്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കണേ. IAB കാണാൻ പോവാണ്. IAB കാണണമെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ ഓംസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. VAB = IAB × RAB. VAB = IAB × RAB. VAB എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. IABയും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. IABയുടെ RAB എനിക്കറിയാം ഗൈസ്. ഇവിടെ ഒരു 50 ഓം ഇരിപ്പുണ്ട്. 50 × 10⁻³ അപ്പോൾ VABയെ കുറിച്ച് ഇനി അറിയണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗില്ലേ. ഓക്കെ, VABയെ കുറിച്ച് എന്താണെന്ന് അറിയണമെങ്കിൽ VAB എത്രയെന്ന് അറിയണമെങ്കിൽ ഗൈസ് ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഈ സർക്യൂട്ടിൽ വച്ചിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട്. ഇവിടെ നോക്ക്, 100 വോൾട്ടാണ് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ്. ആ ടോട്ടൽ വോൾട്ടേജിൽ നിന്നും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്, ഈ ഭാഗത്ത് മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 100/3 വോൾട്ട്. അപ്പോൾ ബാക്കിയുള്ളതായിരിക്കും VAB. മറന്നു പോയത് വളരെ മനസ്സിലാവാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി, നിങ്ങൾ ഈ സർക്യൂട്ടിൽ വച്ചിരിക്കുന്ന മൊത്തത്തിലുള്ള വോൾട്ടേജ് 100 വോൾട്ട്. ആ 100 വോൾട്ടിൽ നിന്നും എത്ര വോൾട്ടേജ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നോക്കുക. എത്ര ഇവിടെ ഡെവലപ്പ് ചെയ്യാണ്? 100/3 വോൾട്ട് ഇവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ബാക്കിയുള്ളതാണ് VAB. VAB = 100 - 100/3. VAB = 100 - 100/3. ഗൈസ് ഇങ്ക വരുങ്ക 100 - 100/3 ഗൈസ്. ഇത് സോൾവ് ചെയ്തെടുത്തേ നമുക്ക് ഇവിടെ നിന്ന് IAB കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ IAB = 4/3 × 10⁻³ ആംപിയർ എന്ന് കിട്ടും ഗൈസ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. IAB നിസ്സാരമായിട്ട് നമുക്ക് 4/3 × 10⁻³ ആംപിയർ എന്ന് കിട്ടും. നേരെ എടുത്തോണ്ട് വാ. IABയുടെ വാല്യൂ ഇവിടെ കൊടു. IAB അല്ല IAB ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നേരെ എടുത്തോണ്ട് ഇവിടെ കൊടു. ഇവിടുത്തെ വാല്യൂ എത്രയുടെ 4/3 × 10⁻³ IV + 2/3 × 10⁻³ ഇതിൽ നിന്ന് IVയുടെ വാല്യൂ കിട്ടും ഗൈസ്. IVയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 2/3 × 10⁻³ ആംപിയർ എന്ന് കിട്ടും. ജസ്റ്റ് ഇവനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. IVയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. IVയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഗൈസ്. താണ്ട് എവിടെ പോയിട്ട് ഇത്ര വലുതായി പോയാ. ഓക്കെ, വോൾട്ട് മീറ്ററിലോട്ട് വരുന്ന കറണ്ടാണ് IV. അത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് കാൽക്കുലേറ്റ് ചെയ്താൽ ജസ്റ്റ് അപ്ലൈ ഓംസ് ലാ ഗൈസ്. കാരണം വോൾട്ട് മീറ്ററിലുള്ള വോൾട്ടേജ് എത്ര? 100/3 വോൾട്ട്. അത് നമുക്കറിയാം. അപ്പോൾ വോൾട്ട് മീറ്ററിലുള്ള വോൾട്ടേജ് VV എന്ന് എടുക്കുകയാണ് ഗൈസ്. വോൾട്ടേജ് അക്രോസ് വോൾട്ട് മീറ്റർ = വോൾട്ട് മീറ്ററിലോട്ട് വരുന്ന കറണ്ട് IV ആണ് ഗൈസ്. ദാറ്റ് ഈസ് IV × വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. ഓക്കെ, അപ്പോൾ അവിടെ VV എന്ന് പറയുന്നത് 100/3 വോൾട്ട് മീറ്ററിലെ വോൾട്ടേജ് ആണ്. IV എന്ന് പറയുന്നത് ഇവിടെ കിട്ടി ഗൈസ്. എത്രയാണ്? 2/3 × 10⁻³ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് = 50 × 10⁻³ ഓം എന്ന് വരും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് = 50 കിലോ ഓം. ദാറ്റ് ഈസ് യുവർ ഫൈനൽ ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ട് വെറും ഓംസ് വെച്ചുകൊണ്ട് ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം ഗൈസ്. ഓക്കെ അല്ലേ?